വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചെർപ്പശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. 4000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു സ്വപ്ന കൊട്ടാരമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത 4000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചു എന്നുള്ളതല്ല, ഇതൊരു കൊളോണിയൽ ആണോ, ട്രഡീഷണൽ ആണോ, ട്രോപ്പിക്കൽ ടൈപ്പ് ആണോ, ഒരു അസാധ്യമായ ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് കൊണ്ട് മിക്സപ്പ് ചെയ്ത ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കിടുക്കാച്ചി വീട് നിർമ്മിച്ചെടുത്ത, അതായത് നിർമ്മിക്കാനുള്ള ഐഡിയ ഉണ്ടാക്കിയെടുത്ത ആ മിടുക്കനായിട്ടുള്ള ആർക്കിടെക്ടറെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ടു വീട് ബൈ വിഷ്ണു വിജയൻ. വെൽക്കം. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി. അപ്പം ഒരു സ്വപ്ന മനോഹര ഭവനമാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു ഭയങ്കര ഒരു സെറ്റപ്പ് വീടാണ്. ഇതിൻ്റെ ഓരോരോ പ്രത്യേകതകളായിട്ട് നമുക്ക് പറഞ്ഞു തരണം. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടെറൈൻ, അതായത് ഈ പ്രോപ്പർട്ടി തന്നെ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു ഈ ഒരു 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 ചലഞ്ച് ഏറ്റെടുത്ത്? ഏത് മെത്തേഡിലായിരുന്നു, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തത്? അതെ, ആക്ച്വലി നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്, ചേട്ടൻ കണ്ട പോലെ തന്നെ ഇവിടുന്ന് നമുക്കൊരു സ്റ്റെപ്പായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ലൈക്ക് ഏകദേശം ഒരു 4 മീറ്റർ ഡൗൺ ആയിരുന്നു, കോണ്ടൂറിലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കോണ്ടൂറും ഈ ഇത് കൂടി നമുക്ക് ഏകദേശം ഇത് വേറൊരു പ്ലോട്ടും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്ലോട്ടിൽ നമ്മൾ ഈ ഒരു കോണ്ടൂർ അനുസരിച്ചൊരു പ്ലാനിങ്ങിലേക്കാണ് നമ്മൾ ആക്ച്വലി വന്നെത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നിട്ട് ഈ ശേഷം ഈ പ്ലോട്ട് കൂടി എക്വയർ ചെയ്തിട്ട് നമ്മളൊരു അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് ഇങ്ങനെ കൊടുത്തു. അതായത് 2 സ്റ്റെപ്പിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീട് നിൽക്കുന്നതിന്റെ ഈ സ്റ്റെപ്പിന്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് വീടിനകത്തോട്ട് കയറിയാൽ ഇതിന്റെ ആ ഭയങ്കരമായ സിറ്റുവേഷൻസ് മനസ്സിലാവും. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഗേറ്റിന്റെ പോർഷനിൽ തുടങ്ങാം. ഈ ഗേറ്റ് തന്നെ ഈ വീടിന്റെ ആംബിയൻസിനെ ഭയങ്കരമായിട്ട് പൊക്കി കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മൊത്തം സ്ട്രക്ചറിലാണല്ലോ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ സെക്ഷനിൽ 50x25 റെക്ടാംഗിൾ ട്യൂബ് കൊടുത്തിട്ട് വളരെ മനോഹരമായി നിർമ്മിച്ചെടുത്ത ഒരു ഗേറ്റ്. പിന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ എന്ത് ടൈപ്പ് സ്റ്റോൺ ആണ് ഇത്? കരിങ്കലിന്റെ ഒരു മെറ്റീരിയൽ സ്റ്റോൺ ആണ്. കരിങ്കലിന്റെ മെറ്റീരിയൽ സ്റ്റോൺ ആണ്, നാച്ചുറൽ സ്റ്റോൺ ആണ്. അതെ അതെ. ഓക്കേ, 2x1 കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ശരിക്കും ഇങ്ങനെയുള്ള സ്റ്റോൺ ഈ ഏരിയയിൽ എവിടെ നിന്നാണ് അവൈലബിൾ ആവുന്നത്? ഇത് നമുക്കിത് എക്വയർ ചെയ്ത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ എടുത്തിട്ട് ബൾക്കായിട്ട് എടുത്തിട്ട് 4,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇറക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാർപോർട്സ് ഏരിയ ആണ്. ഈ കാർപോർട്സ് ഏരിയ വളരെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഇതിൻ്റെ ഡൗൺ സ്പേസ്, ഇതിൻ്റെ താഴത്തെ സ്പേസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ആ താഴത്തെ സ്പേസിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും വേറെ ഒന്നിനും ഡിസ്റ്റർബ് ചെയ്യാതെ വണ്ടി ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഈ രീതിയിൽ, ഇപ്പം ഞങ്ങൾ വന്നത് ഇങ്ങനെയായിരുന്നു, നമ്മളിപ്പോൾ കയറി വന്നത് അങ്ങനെയാണല്ലോ, ആ താഴേക്ക് വന്നിട്ട് വേറൊരു പോർഷനിലേക്ക് വണ്ടി നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അതെ, നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ ഒരു സ്റ്റെപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വലിയൊരു എന്താ പറയുക വിഷൻ ആയിരുന്നു, നമുക്ക് ഈ ഓരോ ഫ്രെയിമിലും ഈ വീട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇറങ്ങണം. ഓക്കെ, എന്നിട്ട് ഇത് ആക്ച്വലി ഈ വീടെന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രോപ്പിക്കൽ ക്ലയൻറ്റിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ആയിരുന്നു, കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു വീട്. ഓക്കെ, അവർ കണ്ട ഫിലിമിലൂടെയും മൂവിയിലൂടെ ബേസ്ഡ് ആയിട്ട് അവർ കപ്പിൾസ് തീരുമാനിച്ചായിരുന്നു ഒരു കൊളോണിയൽ സ്റ്റൈൽ വീട്. അപ്പോൾ ആ വീടിനെ നമ്മുടെ ഒരു ട്രഡീഷണൽ എലമെന്റ്സ് കൂടി ആഡ് ചെയ്ത് നമ്മളൊരു എന്താ പറയുക ക്ലൈമറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ റെസിഡൻസ് തന്നെ പറയാം. ട്രോപ്പിക്കൽ റെസിഡൻസ് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, ഇത് കൊളോണിയൽ ആണ്. അതെ, കൊളോണിയൽ ട്രഡീഷണൽ ആണ്, കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്ത ട്രോപ്പിക്കൽ റെസിഡൻസ് പറയാം. അതെ, ട്രഡീഷണലും കൂടിയാണ്. അതെ അതെ അതെ. അപ്പം നമുക്ക് ഈ വീടിന്റെ അകത്തളങ്ങളിലേക്ക് അടക്കം, അകത്തളത്തിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വാട്ടർ ബോഡിക്കകത്ത് ഒരു പൂവൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പേൾ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ നാച്ചുറൽ പെബിൾസിന്റെ ഒരു എലമെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീടിന്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ആംബിയൻസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു എലിവേഷനെ കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സൂപ്പർബായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ കോൺസെപ്റ്റ് ജനറേറ്റ് ചെയ്തത്? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കൊളോണിയൽ റെസിഡൻസ് എന്ന് പറയുമ്പോൾ അതിന് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് ആഡ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നാച്ചുറൽ ടീക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ എല്ലാ വിൻഡോസും കാര്യങ്ങളും ഡോസും എല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ നമ്മൾ സ്റ്റോൺ ലൈക്ക് വുഡൻ പില്ലേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സപ്പോർട്ടിംഗ് എലമെന്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ പില്ലേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇത് ഇവിടെ ചെയ്തെടുത്തല്ല, ഞങ്ങൾ ആക്ച്വലി അത് പഴയ സ്റ്റോൺ ലൈക്ക് പില്ലേഴ്സ് നമ്മൾ അത് എക്വയർ ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് നമ്മൾ അതിനെ പെയിന്റ് ചെയ്ത്. അങ്ങനെ ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നു? അത് ആക്ച്വലി നമുക്ക് അതൊരു ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക്
നമ്മൾ എടുത്ത സ്ഥലത്ത് നിന്ന് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റി. ലൈക്ക് ഈ 6 പില്ലറും കൂടി നമുക്ക് ഏകദേശം ഒരു 50 ആ റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾ വാങ്ങിച്ചത്? നമ്മൾ പാലക്കാടുള്ള ലൈക്ക് അങ്ങനത്തെ ഏരിയയിൽ പോയിട്ട് എടുത്തതായിരുന്നു. ഓക്കെ ഓക്കെ. പാലക്കാടുള്ള ഏരിയയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രൊവിഷൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എടുത്താൽ കോസ്റ്റ് കുറഞ്ഞു കിട്ടും. ഓക്കെ. ലൈക്ക് അത് പുതിയ മെറ്റീരിയൽ അല്ല കേട്ടോ, എടുക്കുമ്പോൾ അതിന്റെ അവസ്ഥ ഇങ്ങനെ അല്ലായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എലമെന്റ്സ് ആഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല വരുത്തുള്ളൂ. അതെ അതെ. അപ്പോൾ റീയൂസ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആക്ച്വലി ഇതിലുണ്ട്. അപ്പോൾ നമ്മളിതിൽ നാച്ചുറൽ ടൈലാണെങ്കിലും നമ്മൾ പഴയ ഓടിനെ തന്നെ അതേപോലെ യൂസ് ചെയ്തിട്ട് അതിനെ കളർ ചെയ്തെടുത്തത്. ശരിക്കും പഴയ ഓടല്ലേ റൂഫ് ചെയ്യാൻ നല്ലത്? അതെ തീർച്ചയായിട്ടും. നമ്മളിത് ചെയ്തിട്ടുള്ളത് ഫെറൂഖ് ഓടാണ്. അതിന് നമ്മൾ എന്നിട്ട് അതിനൊരു കോഫി ബ്രൗൺ ടച്ച് കൊടുത്തു. കാരണം കൊളോണിയൽ ടച്ചിലേക്ക് വരുമ്പോൾ കുറച്ചൊരു കളേർഡ് സാധനങ്ങൾ ആന്റിക് ആയിട്ട് വെക്കാൻ പറ്റില്ല. എന്നോട് ഇന്നൊരു ക്ലയന്റ് ചോദിച്ചു, സിറാമിക് ഓടും അതുപോലെ നാച്ചുറൽ ഓടും ഇടുമ്പോൾ ഈ നാച്ചുറൽ ഓട് ഇട്ട് കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ അത് പഴകും, വീട് പഴകിയെന്ന് തോന്നുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ടോ? ആക്ച്വലി ആ ഒരു വെതറിങ് ആ ഒരു സംഭവം ഉണ്ടാവും. ആക്ച്വലി അതിൻ്റെ ഒരു കളറ് മാറും. ഓക്കെ, ആക്ച്വലി അതൊരു ആന്റിക് ആ ഒരു ഫീൽ നാച്ചുറൽ ആയിട്ടുള്ള എന്ത് സാധനത്തിനും ഡീക്കേയിങ് ഉണ്ടല്ലോ, അതേപോലെ കണ്ടിട്ട് അതിനൊരു കളർ മാറ്റം അങ്ങനെ കാണുന്നേ ഉള്ളൂ. പക്ഷേ ഈ സെറാമിക്കിന്റെ ഇഷ്യൂ ഉണ്ട്. ആക്ച്വലി സെറാമിക് നമുക്കൊരു 10-15 വർഷം കഴിഞ്ഞാൽ ഇതുപോലെ റീപെയിന്റിംഗ് ഒന്നും നടക്കില്ല, കളർ കുറയും, അതുപോലെ വീടിനുള്ളിൽ ചൂട് കൂടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ സെറാമിക് കോഡിനെ കുറ്റം പറയല്ല, കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ഓടാണ്. എപ്പോഴും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സീലിംഗ് ഓടും കൊടുത്തിട്ടുണ്ട്, താഴെ നമ്മൾ സ്ട്രക്ചറിൽ പല്ലിങ് കൊടുത്തിട്ട് മുകളിലും താഴെയും ചെയ്തിരിക്കുകയാണ്. അതെ അതെ. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇതിൽ ഉള്ളിൽ കയറുമ്പോൾ ഒരുപാട് ചൂട് കുറയുന്നതുമായിരിക്കും. പിന്നെ ഇവിടെ ഈ പറയുന്ന എഡ്ജിൽ ചെയ്തിരിക്കുന്ന അപ്പോളോയുടെ പ്ലാങ്കുകളാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഈ പ്ലാങ്കുകൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്സിനും ഗേറ്റ്സിനും ഒക്കെയാണ്. ഇങ്ങനൊരു പർപ്പസിനും കൂടി ഈ പ്ലാങ്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് മനസ്സിലായിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് വന്നപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ അകത്ത് ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ഷേപ്പ് വരാന്ത, ഒപ്പം ഇതിനോട് ചേർന്നിട്ടൊരു ലൈബ്രറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റീഡിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര അസാധ്യമായ വളരെ സൂപ്പറായിട്ടുള്ള ഒരു സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഞാൻ ഇതുവരെ ചെയ്ത ഒരു വീടിന് പോലും കയറി വരുന്ന ഒരു സ്പേസിൽ റീഡിംഗ് റൂം ഇല്ല. ഇവര് ബുക്കോളിക്കായിരിക്കും അല്ലേ, വീട്ടിലുള്ള ആൾക്കാർ ബുക്കോളിക്കായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇതിന് ഇത്രയും വലിയ പ്രയോറിറ്റി അവർ കൊടുത്തത്. അതെ, ക്ലയന്റിന്റെ വലിയൊരു റിക്വയർമെന്റ് ആയിരുന്നു നമുക്ക് കയറി വരുമ്പോൾ ഒരു ലൈബ്രറി സ്പേസ് ഇതൊരു ഓഫീസ് സ്പേസും കൂടി ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെ. ഓക്കെ, ആക്ച്വലി അവർ പറഞ്ഞതായിരുന്നു. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ കൂരയിട്ടിട്ട് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. 80-40 ട്യൂബില് 40-20 സ്ക്വയർ ട്യൂബ് ക്രോസ് ചെയ്ത് താഴെ നമ്മൾ നോർമൽ സീലിംഗോട് കൊടുത്തു, മുകളിൽ നമ്മുടെ നാച്ചുറലോട്. ഇവിടെ എല്ലാം നമ്മൾ പ്ലൈവുഡ് വെനിയർ ഫിനിഷിലുള്ള സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വിൻഡോസിലാണെങ്കിലും ഇതിന്റെ ആ ഒരു എലമെന്റ് കൊണ്ടുവരുന്ന ലെവലിലാണ് അത് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ എലമെന്റ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീക്കിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തത്. പിന്നെ സിറ്റ് ഔട്ടിൽ ഒരു ഫോർമൽ ലിവിംഗ് സ്പേസ് ആയിട്ടും കൂടി ഇതിനെ ഉപയോഗിക്കാം. ഫോർമൽ ലിവിംഗ് കം റീഡിംഗ് റൂമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഈ സ്ലൈഡിംഗ് ഡോർസ് സാധാരണ ഈ തേക്കൂട്ടിൽ ഇങ്ങനെ സ്ലൈഡിംഗ് ഡോർ കൊടുക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരില്ല. അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ? നമ്മുടെ ഇവിടുത്തെ വുഡ്സ് ആണെങ്കിലും ഇവിടെ സ്ട്രക്ചർ നടക്കുമ്പോൾ തന്നെ നമ്മൾ അതിനൊക്കെ ട്രീറ്റഡ് ആയിരുന്നു. അപ്പം ടു എക്സ്റ്റെന്റ് മാക്സിമം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ ക്ലൈന്റിന് അതൊരു തോട്ട് പ്രോസസ് ഉള്ള സംഭവമായിരുന്നു. അവർക്ക് ഇത് മതി, അവർക്ക് ഈ ഒരു സാധനം മതി. അത് വളരെ എർത്തി ഫീലിംഗ് ആയിട്ടുള്ള സാധനങ്ങളും വളരെ എർത്തി ഫീലിംഗ് ആയിട്ടുള്ള കടപ്പയും ഇങ്ങനത്തെ ടീക്ക് എലമെന്റ്സും, അതാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. ഈ കടപ്പ സ്റ്റോൺ വെച്ചിട്ടാണ് ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. അതെ, ഞങ്ങൾ ടൈൽ കച്ചവടക്കാരുടെ പരിപാടി തീർക്കാനുള്ള പരിപാടിക്കാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇടുന്നത്. പിന്നെ ഇവിടെ ഒരു ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മൊറോക്കൻ സീരീസിന്റെ ഒരു കണക്ടിവിറ്റി, ഒരു ചെറിയ പാറ്റേൺ ടൈൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ പറയുന്ന മാറ്റ് ഫിനിഷ് ആകുമ്പോൾ, ഈ നാച്ചുറൽ സ്റ്റോൺ ആകുമ്പോൾ, കടപ്പ സ്റ്റോൺ ആകുമ്പോൾ ക്ലീൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാനൊരു സാധ്യതയില്ല. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ക്ലയന്റിന് വളരെ വലിയൊരു റിക്വയർമെന്റ് ആയിരുന്നു. ലൈക്ക് ഈ ഒരു എർത്തി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് നാച്ചുറൽ സ്റ്റോൺ, ഈവൻ കടപ്പ, അതിന്റെ നാച്ചുറൽ ഡീക്കേയിങ് എല്ലാം ക്ലയന്റിന് ഓക്കെ ആയിരുന്നു. അത് നമുക്കും വളരെ ബെനിഫിറ്റ് ആണ് തന്നത്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഇത്ര ആർക്കിടെക്ചറിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ്, എന്തൊക്കെയാണ് ഇന്നത് കൊടുത്തിരിക്കുന്നത്, അതെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ എൻ്റെ ഈ വീഡിയോ സീരീസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 മാസമായിട്ടുള്ളൂ. ഞാൻ എൻ്റെ വ്ളോഗിങ് തുടങ്ങിയിട്ട് തന്നെ 10 മാസമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനൊരു
അസാധ്യമായിട്ട് ചെയ്തു വെച്ചൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഈ 29 ഇയേഴ്സിൽ നിങ്ങൾ ഇത്രയും ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്, ഇനി ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ കഴിയട്ടെ. അപ്പം ഇവിടെ ഈ പറയുമ്പോൾ നമ്മൾ എൻട്രൻസിലെ ഡോറാണ്. ഈ ഡോറ് 4 പാളിയായിട്ടാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം അതിന്റെ പാറ്റേണിനെ ഫില്ല് ചെയ്തിട്ടുള്ള ആ 4 പാളിയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ഇതിന്റെ ഒരു എക്സിക്യൂഷൻ? നമ്മളെ കേരള സ്റ്റൈലിലുള്ള ഒരു എൻട്രി എന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു ആക്ച്വലി ഇത്. നമുക്ക് ലൈക്ക് ഏട്ടൻ ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യാനുള്ളൊരു സംഭവം. പഴയ കാലത്തെ ആ ഒരു ഓർമ്മകൾ അത് ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിട്ട് ക്ലയന്റ് നമുക്ക് ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പോയിന്റ് ആണ്. അതായത് നിന്ന് നോക്കും, അപ്പൊ അതിന്റെ ഒരു ഫീല് വരാന്ത ഒരു സ്പേസ്, അതെ, ആ ഒരു ആള് വന്നാലും നിന്ന് സംസാരിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ അത് വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളെ സ്വീകരിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ഒരു കോംബോയാണ്. മിനി ഏട്രിയം. എന്താണ് ഏട്രിയം എന്ന് വെച്ചാൽ? ഏട്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സറൗണ്ടിങ് ആയിട്ടുള്ള സ്പേസിന് നമുക്ക് നാച്ചുറലി ലൈക്ക് ലൈറ്റ് തരുന്ന ഒരു ഏരിയ തന്നെ ആയിരിക്കും. അതിനെ കോർട്ട്യാർഡ് എന്നും പറയാം. അതെ, കോർട്ട്യാർഡ് എന്നും പറയാം, ഏട്രിയം എന്ന് പറയാം. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൊളോണിയൽ സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് കൊളോണിയൽ സിമെട്രിക്കൽ ആയിട്ടുള്ള 2 ഭാഗങ്ങളാണ്. അതിന് സെൻട്രലി വരുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അപ്പം ശരിക്കും ഇതിന്റെ മുകളിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് സ്ട്രക്ചറിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു എർത്തി ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ നാച്ചുറൽ സ്റ്റോൺ കൊടുത്തിരിക്കുന്നു. ഇത് ക്ലാഡിംഗ് ആണോ അതോ നാച്ചുറൽ സ്റ്റോൺ തന്നെ? നാച്ചുറൽ സ്റ്റോണിലുള്ള ക്ലാഡിംഗ് ആണ്. നാച്ചുറൽ സ്റ്റോണിലുള്ള ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ പറയുന്ന മുകളിൽ ഹോൾസ് ഇട്ടിട്ട് ഞാൻ കണ്ടു. അതെന്തിനാണ് അങ്ങനെ ഒരു? ആക്ച്വലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റെയിൻ വാട്ടർ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ കുറച്ചൊരു പോയിന്റ്സ് ഹോൾസ് ഇട്ടു ടഫൻ ചെയ്യുന്ന ടൈമിൽ തന്നെ. സോ നമുക്ക് കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള വെള്ളമായിരിക്കും ഇതിലേക്ക് വരിക. അങ്ങനെ വന്നാലും അതിനെ ഡ്രെയിൻ ചെയ്യാനായിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം കേറി വരുന്നിടത്ത് തന്നെ ഇത്രയും വലിയൊരു വെൽക്കമിങ് സാധനമാണ്. സാധാരണ എല്ലാവരും കോർട്ട്യാർഡ് ചെയ്യാറുണ്ട്. ചുമ്മാ ഒരു കോർട്ട്യാർഡ് എന്ന് പറഞ്ഞ സ്പേസ് കളയാറുണ്ട്. അപ്പൊ ആ സ്പേസ് നമ്മുടെ കേറി വരുന്ന എൻട്രൻസിന്റെ അതായത് 2 പോർഷനിലേക്കുള്ള ഡയറക്ട് ചെയ്യാനും പബ്ലിക്കും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് ഡയറക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനിയും ഇവിടുന്ന് നമ്മുടെ ഫാമിലി ലിവിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലം, ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ഥലത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇത് ഫാമിലി ലിവിംഗ് ആണോ അതോ ഫോർമൽ ലിവിംഗ് ആണോ, രണ്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് അലി ഇവിടുത്തെ ഒരു എക്സിക്യൂഷൻ വന്നത്? ആക്ച്വലി നമ്മൾ 4 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്പേസിലോട്ട് എത്തിയത്. ഇത് ഒരു ഫാമിലി ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ലിവിംഗ് എന്ന് പറയാം. ഇവിടെ പിന്നെ ടിവി സ്പേസിനുള്ള ടിവിക്കുള്ള സ്കോപ്പും കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഫർണിച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ കളേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ആയിട്ടുള്ള ഒരു തീമാറ്റിക് കളറുമായിട്ട് മാച്ച് ആവുന്നതാണ്. അതെ. കൂടെ നമുക്കൊരു പാറ്റേൺ ഇവിടെ നമ്മുടെ മൊറോക്കൻ സീരീസിന്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഡിസൈനിങ് നിങ്ങൾ തന്നെയാണല്ലോ ചെയ്തത്? ഇതിന്റെ A to Z, അതായത് ഫർണിച്ചേഴ്സിന്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾ തന്നെയാണ്. ലൈക്ക് ഒരു ഫുൾ A to Z ലാൻഡ്സ്കേപ്പിംഗ് അടക്കം നമ്മളെല്ലാം കൂടി ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഈ ഡോർസിന്റെ ഈ പ്രത്യേകത ഭയങ്കര സൂപ്പറാണ്. ഇവിടെ നമ്മൾ കണ്ട പോലെ തന്നെ ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഇവിടെ നമ്മളൊരു ഓപ്പൺ വരാന്ത കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ വരാന്ത ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 25 അതായത് 16 mm സ്ക്വയർ റാഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഡൗൺ സ്പേസിന്റെ പോർഷൻ, അതായത് നമ്മൾ താഴെ പാർക്കിംഗ് കണ്ട ആ താഴത്തെ പോർഷനിൽ പില്ലറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ RCC ചെയ്തിരിക്കുന്ന ഈ പോർഷനിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ, ഇതിപ്പോ നമ്മൾ ആക്ച്വലി കാൻഡിലിവേർഡ് പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ കാൻഡിലിവേർഡ് ഇത് നമുക്ക് ഈ ഭാഗത്തേക്ക് എല്ലായിടത്തും നമ്മൾ ഓവർ ഹാങ്ങിങ് ബാൽക്കണീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഇവിടെ ആക്ച്വലി ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു സീനിക് വ്യൂ തന്നെയാണ്. പിന്നെ അവിടെ ഒരു സ്ട്രീമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനിക് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പകൽ സമയത്തൊക്കെ പീകോക്സ് ഒക്കെ വരുന്നത്. അതെ, ആ ഒരു സംഭവമാണ് ഇവിടെ ആക്ച്വലി ഉണ്ടാവാറ്. ഈ സ്ഥലത്ത് ആയോണ്ടായിരിക്കുമല്ലോ പീകോക്സ്. അപ്പൊ അത് ഭയങ്കര ഭംഗിയായിരിക്കും അത് കാണാൻ. പിന്നെ ഇതിന്റെ മുകളിലെല്ലാം ചെയ്തിരിക്കുന്നത് സെയിം മെത്തേഡ് ആ സ്ട്രക്ചറിൽ തന്നെയാണ്. ഡ്രസ് വർക്ക് ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഈ ട്യൂബിലെല്ലാം ഒരു വുഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് ചെയ്തിരിക്കുന്നത്? വുഡ് പാറ്റേൺ കൊടുക്കാൻ ആ ഒരു കറക്റ്റ് ഒരു വുഡൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ അതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്ലാസ്സസ് എല്ലാം ടഫൻ ഗ്ലാസ് ആണ്. സെയിന്റ് ഗ്ലോബിന്റെ ടഫൻ ഗ്ലാസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറിയിട്ട് വീണ്ടും
അടുത്ത ഡൈനിങ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെയും ഇതേപോലെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് പറയാറുണ്ട്, എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, സൗത്തിലോട്ട് കേരളത്തിൻ്റെ സൗത്ത് സൈഡിലെ ആൾക്കാർ ഹാൻഡ് റെയിൽസ് ചെയ്യുന്നത് സ്റ്റീലിന്റെ ട്യൂബ്, എസ്എസിന്റെ ട്യൂബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരുപാട് കാശുകൾ. ഈ എസ്എസിന്റെ ട്യൂബിൽ ഞാൻ എസ്എസ് വർഷങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. ഇതിൽ 304 ഉണ്ട്, 202 ഉണ്ട്. രണ്ട് ഗ്രേഡ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ വരുന്ന ക്ലയന്റിന് അറിയില്ല ഇത് 202 ആണോ 304 ആണോ. അതിൽ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഒരുപാടാണ്. ഇപ്പൊ ചൈനയിൽ നിന്ന് ഇഷ്ടം പോലെ മെറ്റീരിയലാണ് ഇമ്പോർട്ട് വരുന്നത്. തീർച്ചയായിട്ടും അത് ജിൻഡാൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആണ്, നല്ലതെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പം വരുന്നത് എല്ലാം ജിൻഡാൾ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ എത്രയോ മനോഹരമായിട്ട്, എത്രയോ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് റെയിലിംഗ് സംവിധാനമാണ്. എത്ര കോസ്റ്റ് കുറയ്ക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട്ട് വരുമ്പോൾ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നത്. ഡൈനിങ് സ്പേസിനും ഇതുപോലെ ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഡൈനിങ് ഏരിയ, അതായത് 6 സീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സാധാരണ ഞാൻ ഈ കാണുന്ന ചെയ്തേക്കുന്നിടത്തെല്ലാം ഡൈനിങ് ടേബിളിന്റെ ഒരു സൈഡിൽ ചെയറും ഒരു സൈഡിൽ ബെഞ്ചും ആണ് കൊടുക്കുന്നത്. ഇവിടെ എന്താണ് ഇങ്ങനൊരു സംഭവം കൊടുക്കാൻ കാര്യം? നമ്മൾ ഈ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്തപ്പോൾ നമുക്ക് ആക്ച്വലി ഇന്റീരിയറിൽ ഇങ്ങനെ തന്നെ വേണം, നമുക്കൊരു നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്തതാണ്. നമ്മുടെ സ്റ്റൈലാണത്. 6 പേർക്കും ഇമ്പോർട്ടൻസ് വേണം. അതെ, 6 പേർക്കും ഇമ്പോർട്ടൻസ് വേണം. അപ്പം ചെറിയൊരു റീഡിംഗ് നോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ലേഡീസ് ലീവിംഗ് ആയിട്ടും ആക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഓപ്പണബിൾ ആയിട്ടുള്ള വെന്റിലേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടെ ഉണ്ട് ഒരു പുറത്തോട്ടൊരു ബാൽക്കണി സ്പേസ്. ഈ ബാൽക്കണി സ്പേസ് എല്ലാം തന്നെ ഈ പറയുന്ന സ്ലൈഡിംഗ് ഡോർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. എല്ലാ എൻട്രിയും നമ്മൾ സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ടാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ അവിടുത്തെ നമ്മുടെ ലിവിംഗ് സ്പേസുമായിട്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, നമ്മൾ കയറിയ 4 സ്റ്റെപ്പിന്റെ ഒരു താഴ്ച ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ താഴെയായിട്ടാണ് നമ്മൾ പാർക്കിംഗ് സോൾവ് ചെയ്തത്. ഈ പോർട്ടിക്കോ വരുന്നത് ഇതിന്റെ താഴെയായിട്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഒരുപാട് ഹോം വർക്ക് ചെയ്തിട്ടുണ്ടാവും. കുറെ ലെവൽസ് വെച്ചിട്ടുള്ള ഒരു കളികളാകുമ്പോൾ അതാ ഞാൻ ചോദിച്ചത്. കറക്റ്റ് കോൺടൂറിന് അങ്ങനത്തെ എക്സിക്യൂട്ട് ചെയ്തെടുക്കുകയാണ് ആക്ച്വലി ചെയ്തത്. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒന്നും പറയാനില്ല. പിന്നെ ആക്ച്വലി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ, ഈ വരുന്നത് സദേൺ സൈഡാണ്. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് മാക്സിമം മാസ് കൂട്ടുക എന്നുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ മാക്സിമം ഓവർ ഹാങ്ങിങ് ഇട്ടിട്ട് ചെയ്യാവുന്നുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ നല്ല ബ്രീസും വെന്റിലേഷനും ഒക്കെ ഇവിടെ തന്നെ സൗത്ത് വെസ്റ്റ് നിന്നാണല്ലോ നമുക്ക് പ്രിഡോമിനന്റ് ആയിട്ട് വരിക. അതുകൊണ്ടാണ് ഇങ്ങനെ അത് നാച്ചുറൽ വെന്റിലേഷൻ ഫുള്ളായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം. ഇതിനകത്ത് എത്ര ചൂട് സമയം, ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണ്. പാലക്കാടിന്റെ ഒരു അവസ്ഥ അറിയാലോ. നമ്മളിപ്പോ ഞാൻ വെളിയിൽ നമ്മൾ ഇൻട്രോ പറയാനായിട്ട് നിന്നപ്പോ തന്നെ ഭയങ്കര വെയിലായിരുന്നു. അപ്പൊ അകത്ത് കയറിയപ്പോ ആ ഒരു ഫീലേ ഇല്ല. വളരെ വളരെ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടും നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ രണ്ടും ബ്ലാക്ക് ഷർട്ടാ. അപ്പൊ ഈ വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത് വളരെ ആന്റിക് ആയിട്ടാണല്ലോ അല്ലേ? അതെ. അത് അതിനോട് ചേർന്നിട്ടുള്ള ടാപ്പും അതേപോലത്തെ ഒരു കണക്ടിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്? അല്ല, നമുക്ക് ഇതേപോലെ പാലക്കാട് പോയി നമ്മൾ അങ്ങനത്തെ ഒരു വെൻഡേഴ്സിന് എടുത്തത് എടുത്താണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി കിച്ചന്റെ സ്പേസിലേക്ക് വന്നപ്പോൾ കിച്ചന്റെ സ്പേസിലൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് വളരെ അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു ഇവിടുത്തെ ഈ ഒരു എക്സിക്യൂഷന്റെ ഒരു പോയിന്റ്? ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള രീതിയിലേക്ക് ചെയ്ത് തന്നെയാണ്, ഒരു പാർട്ടീഷൻ എന്നുള്ള രീതിയിലും. അതാണ് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ ആയിട്ട് വരുന്നത്. പിന്നെ അതിന് ബാർ സ്റ്റൂൾ ആണെങ്കിൽ പോലും ഇതേ ഒരു തീമിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇത് ഇത്രയും വലിയ സംഭവം, അതായത് നമ്മൾ ഈ ടെറൈൻ രണ്ട് സ്റ്റെപ്പായിട്ട് വന്നതുകൊണ്ട് ആളിന് 2 രീതിയിലുള്ള ലാഭവും നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. അതായത് സ്റ്റെപ്പ് ആവുമ്പോൾ സാധാരണ മണ്ണിട്ട് ഫില്ല് ചെയ്യാത്തത്. അപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് വരും. ആ കോസ്റ്റ് നമുക്ക് ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്ത് 2 സ്റ്റെപ്പായിട്ട് ചെയ്തപ്പോൾ അതിനുള്ള മെറ്റീരിയൽസിന്റെ കൺസംഷൻ കൂടി. അപ്പൊ ആ ഒരു രീതിയിൽ വന്നപ്പോൾ ഇത് എത്രത്തോളം കോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്? ടോട്ടൽ നമുക്ക് കോസ്റ്റ് കട്ട് അവനെ ചെയ്തിട്ടുള്ളൂ, കോസ്റ്റ് കൂടിയിട്ടില്ല. കാരണം ആക്ച്വലി ഇതൊരു ഓൾറെഡി നമുക്ക് റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരും. ലൈക്ക് ഇത്ര ഒരു 4 മീറ്റർ കോണ്ടൂർ ആണ്. അപ്പൊ ആ ഒരു റീറ്റെയിനിങ് തന്നെ ബീമും കോളും എടുത്തിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ മൊത്തം ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിൽ പിന്നെ ഒരു എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് വന്നിട്ടില്ലായിരുന്നു. എക്സ്ട്രാ കോസ്റ്റ് വന്നിട്ടില്ല ഇല്ല. കാരണം ആ ഒരു സ്ട്രക്ചറിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോർട്ടിക്കും ബേസ്മെന്റ് ബെഡ്റൂമും സെല്ലാർ ഏരിയ അങ്ങനെ സോൾവ് ചെയ്തു. അല്ല, ബെഡ്റൂംസ് ഒക്കെ ഒന്ന് കാണാം, അതിന്റെയൊക്കെ ഭംഗി. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചണിലോട്ട് കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഫ്രിഡ്ജും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാം വുഡ് നമ്മുടെ തേക്കൂട്ട് തന്നെയാണല്ലോ. അതെ.
ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഇവിടെ ഒരു കൊളോണിയൽ ടച്ച് വരുന്ന ബ്രിക്ക്. ക്ലയന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്പേസ് കൊടുത്തു. അപ്പൊ ആ ബ്രിക്കിന്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തില്ല, ഇല്ല, ചെയ്യാതെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അതെ, അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പോയിന്റുകൾ ചില ഭിത്തികളിലൊക്കെ ഇങ്ങനെയൊക്കെ എലമെന്റ്സ് കൊണ്ടുവന്നാൽ അത് ഭംഗിയായിരിക്കും. അതെ, അതെ. അപ്പോൾ നമ്മുടെ കിച്ചന്റെ പോർഷനിലേക്ക് വന്നിരിക്കുകയാണ്. കിച്ചണിൽ താഴെ നമ്മൾ വുഡൻ പാറ്റേൺ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ നമ്മുടെ ഈ കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് കം ലാമിനേറ്റ്സ് ആണ്. അതെ. പിന്നെ ടോപ്പിൽ ഗ്രാനൈറ്റ് സ്ലാബ് കൊടുത്തിരിക്കുന്നു അല്ലേ? അതെ, അതെ. ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബ് കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷനിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഒത്തിരി വലിയ ആർഭാടമൊന്നും കാണിച്ചിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള വൃത്തിയായിട്ട് ചെയ്തുകൊടുത്തിട്ടുണ്ട്. അത് വലിയ ഏരിയ ഇല്ല. അതെ, അതെ. സാധാരണ എപ്പോഴും ആവശ്യമുള്ള സാധനം ഏരിയ കുറഞ്ഞ കിച്ചണാണ്. അതെ, അതിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരികയാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ വരുമ്പോൾ 2 ഡോറൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഇതിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. വാവ്, ഒന്നും പറയാനില്ല. അതായത് ഒരു മാസ്റ്റർ ബെഡ്റൂം ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ ഇങ്ങനൊരു തീം സത്യത്തില് നമ്മുടെ പേരൻസിന് താഴെയും കുഞ്ഞുങ്ങളെ മുകളിലും കിടത്താം. അതെ, അല്ലേ? അതെ. ആ ഏരിയ നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ വീടിന് മേൽക്കൂരയ്ക്ക് ഹൈറ്റ് വേണം. അതെ. ആ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു പ്രൊവിഷൻ ചെയ്യാൻ പറ്റൂ. അതെ, നമുക്ക് അപ്പുറത്തുള്ള ലൈബ്രറിയിൽ അതേ ഒരു റൂഫിങ്ങിലാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഒറ്റ റൂഫിങ്ങിലാണ് വന്നത്. അതെ, അതെ. ഒറ്റ റൂഫിങ് വന്നിട്ട് ഇതിനെ ഡബിൾ സ്റ്റോറി ആയിട്ട് കൊടുത്തിരിക്കുന്നു. മേസനൈനായിട്ട് നമ്മൾ കിഡ്സ് ലിവിംഗ് ഏരിയ ആയിട്ട് കൊടുത്തു, ബെഡ്റൂം ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ കിഡ്സിന്റെ കൊടുത്തിരിക്കുന്നത് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, അതെ. ഈ സ്ട്രക്ചറിൽ കൊടുത്തിട്ട് മുകളിൽ പ്ലേറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ബോർഡ് വെച്ചിട്ടുള്ള മുകളിൽ വി ബോർഡ് ചെയ്ത് അതിന്റെ മുകളിൽ ടൈൽസ് ഇട്ടിരിക്കുന്നു. അപ്പം നമ്മളിവിടെ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നോട് പറഞ്ഞല്ലോ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇതിന്റെ സ്റ്റെപ്സ് എന്നുള്ളത്, അത് നമുക്കൊന്ന് കാണാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സിനൊക്കെ വളരെ പ്രത്യേകതയാണ്. ഈ സ്റ്റെപ്സ് ആണ്, ഇതെന്താണ് ഇതെങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? സംഭവം എങ്ങനെയാണ് എക്സിക്യൂഷൻ? കേറും തോറും കേറാൻ തോന്നും. അതെ, നമ്മൾ അറിയാതെ കേറിക്കൊണ്ടേയിരിക്കും. അതായത് ഇങ്ങനെയുള്ള ഈ സ്റ്റെപ്പിംഗ് കൊടുക്കാനുള്ള ഒരു കാര്യം ഇത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇത് എന്താണ് ഇതിന്റെ ഒരു തീം? ആക്ച്വലി ഇതിന്റെ താഴെ നമ്മൾ സ്റ്റോറേജ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് അവരുടെ ബുക്സും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ. പിന്നെ ഇത്രയൊരു ഹൈറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ ഈ ഒരു 7 ഫീറ്റ് വീതിയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ ചെയ്തതാണ്. ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കേറുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവും. പിന്നെ കുഞ്ഞുങ്ങളാവുമ്പോഴത്തേക്ക് അവർക്കൊരു രസമാണ്. അതെ, രസമാണ്. ഇവിടെ ബെഡിട്ടിട്ട് ആ ഒരു ആംബിയൻസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും ഹാൻഡ് റെയിൽസ്, ഇത്രയും വലിയ വീടിന് പോലും ഈ ഹാൻഡ് റെയിൽസ് ഇതേ രീതിയിലുള്ള ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കും. അതെ. അപ്പൊ ഇതൊരു ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ഇതിന്റെ എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. കൊള്ളാം. അതായത് വളരെ പെട്ടെന്ന് ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ പെട്ടെന്നൊരു ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ടൈപ്പ് സ്റ്റെപ്പിംഗ് അത് ഒരു പുതുമയാണ്. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന സംഭവം ഞാൻ കയറിയപ്പോൾ കണ്ടു. ഇതെന്തോ ഇതിന്റെ ഒരു സംഭവം? ലൈക്ക് ഇവിടുത്തെ കിഡ്സ് ഭയങ്കര ബാസ്കറ്റ് ബോൾ ലവേഴ്സ് ആയിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം തടിയിൽ ചെയ്തെടുത്തതാണ്. കൊള്ളാം. ഇവിടുത്തെ ഒരു കാർപ്പൻറ്റർ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു തന്നെയാണ് ആ ഒരു ശില്പി ചെയ്തിട്ട്. അതെ, അതെ. പിന്നെ നമ്മളുടെ ഇവിടെ എല്ലാത്തിനകത്തും ഈ ഒരു എലമെന്റ് ഉണ്ട്, ഫീലാണ് ഈ ഒരു സംഭവം. പക്ഷെ ഈ ഒരു സാധനം ഇതിന്റെ ഒരു ഭംഗി ഒരുപാട് കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനൊരു തീമിലേക്ക് എത്താൻ കാര്യം? ഇങ്ങനെ ചെയ്തപ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണോ ചെയ്യാൻ പറ്റിയത്? തീർച്ചയായിട്ടും. ലൈക്ക് ഇതിലുള്ള ക്ലോത്ത്സ് വെക്കുന്നതിനൊക്കെ നമുക്കൊരു ബ്രീത്തിങ് കൊടുക്കാനും കൂടി പറ്റി. ആക്ച്വലി ഫങ്ഷണലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. എസ്തെറ്റിക്കലി കാണാനും കുറച്ച് അപ്പീലിംഗ് ആണ്. അപ്പോൾ ഈ റാട്ടൻ പഴയ ഒരു ട്രഡീഷണൽ ടച്ച് അങ്ങനെ തന്നെ കൊണ്ടുവരാനും സാധിച്ചു. പിന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മളുടെ വീട്ടിലില്ലല്ലോ. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാധ്യതയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത് വളരെ ഭംഗിയായിരിക്കും. പിന്നെ ഇതിനോട് ചേർന്നിട്ടാണ് നമ്മളുടെ ബാത്റൂം സ്പേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാത്റൂം സ്പേസ് കൊടുത്തിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. വാഷ് ബേസിന് ഒരു ചെറിയൊരു വാഷ് ബേസിൻ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലോസറ്റ് ആണെങ്കിൽ വോൾ മൗണ്ടഡ് ക്ലോസറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ വെച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മളുടെ ആ കണ്ടിന്യൂസ് ആ ഒരു റൂഫിംഗ് എല്ലാം അങ്ങനെ തന്നെ. അതിന് സീലിംഗ് കൊടുക്കാൻ നിന്നില്ല. അതെ, സീലിംഗ് കൊടുക്കാൻ നിൽക്കാത്തതിന് കാരണം എന്താണ്? ആക്ച്വലി ആ ഒരു ഫീൽ എല്ലായിടത്തും അതേപോലെ കൊണ്ടുപോകാന്നുള്ളതായിരുന്നു നമ്മുടെ എയിം. എവിടെ ഒരു ഹിൻഡ്രൻസ് വേണ്ട എന്നുള്ളത്
ഇമ്പോർട്ടൻ്റ്. സാധാരണ ഇങ്ങനെ നമ്മൾ ഈ ഡ്രസ് വർക്ക് ചെയ്യുന്ന വീടുകളിൽ കൂടുതലും ആൾക്കാർ ചെയ്തൊരു അബദ്ധമാണ് ഈ പറയുന്ന സീലിംഗ്, അനാവശ്യമായ സീലിംഗ് കൊടുക്കുക. അതെ, തീർച്ചയായും. ആ സീലിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ആ നാച്ചുറൽ ലെവലിൽ തന്നെ വിട്ടു കൊടുക്കുന്നതാണ് അതിന് ഏറ്റവും ഭംഗി. ഇത് ഒത്തിരി തടികളുകൊണ്ട് ചെയ്ത ഒരു സംഭവമാണോ ഇത്? ആക്ച്വലി ഇതവിടെ നമുക്ക് ഇവിടെ സൈറ്റിലെ വേസ്റ്റ് പീസ് വന്നപ്പോൾ അത് അപ്പം തോന്നിയ ഒരു ആശയം വെച്ച് ഈ ഫോയറിന് അങ്ങനെ ഒന്ന് ഒരു ക്ലോക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ. അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അതെ, താങ്ക് യു. പിന്നെ ഇനിയും ഇവിടുത്തെ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇതിന്റെ താഴത്തെ ഒരു പോർഷനിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ബെഡ്റൂമിലേക്കുള്ള ഒരു ആക്സസ് ആണല്ലോ. താഴത്തെ സ്റ്റെപ്പിലേക്കാണ് പോയിരിക്കുന്നത്. വയർ റോപ്സ് ആണ് ഇത് ഹാൻഡ് റെയിൽസിന് പകരം കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കോട്ടൺ സ്റ്റീലാണോ ചെയ്തിരിക്കുന്നത്? അല്ല, അത് നമ്മൾ വുഡൻ മൾട്ടിവുഡിലാണ് നമ്മൾ ഇതിങ്ങനെ ഒരു പെർഫറേഷൻസ് കൊടുത്തതാണ്. ആക്ച്വലി ഈ ഒരു ടവറിന് ഫുൾ അത് ആക്ച്വലി ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും മുകളിലറ്റം സംഭവം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് സ്ട്രക്ചറൽ, അതായത് സ്ക്വയർ റാഡിനകത്ത് ക്രോസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. അതപ്പോൾ മെറ്റൽ ആയതുകൊണ്ട് അതിന് സ്ട്രെങ്തും ഉണ്ട്. അതെ. പക്ഷേ കോട്ടൺ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ഇങ്ങനെ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ആ ഒരു ഫീൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ഇതാവുമ്പോഴത്തേക്ക് കുറച്ച് കോട്ടൺ സ്റ്റീലിനെക്കാട്ടി കോസ്റ്റ് കുറച്ച് കുറഞ്ഞ ആ ഒരു കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ അത് ചെയ്തു. പിന്നെ അതിന് ടെക്സ്ചർ ഫിനിഷ് കൊടുത്തു. ഓക്കെ. പിന്നെ നമ്മൾ ഇവിടെ താഴേക്ക് വരുമ്പോൾ താഴെ ഒരു ബെഡ്റൂം സ്പേസ് ഉണ്ട്. അതെ. ഈ ബെഡ്റൂം സ്പേസ് ഇതുമായിട്ട് തന്നെ ഇതേപോലെ തന്നെ മാച്ചിങ് ആ ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഭയങ്കരമായ ഏരിയ ഫീൽ ചെയ്യും. അപ്പൊ ഇവിടെ ഈ റൂമിലും ഇവിടെ ഒരു ബേ വിൻഡോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെ, ഈ ബേ വിൻഡോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ബാൽക്കണി ആയിട്ട് നമ്മൾ താഴത്തെ ലെവലിൽ എന്താ കാണാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാര്യം എല്ലാ ഈ ടൈപ്പ് വീഡിയോകളിലും ഈ സാധനം കാണത്തുള്ളൂ. ഈ ആറ്റംബർഗിന്റെ BLDC ഫാനിന്റെ മാത്രമല്ല, ഇതിന്റെ ഈ ഡിസൈൻ ആണ് ശരിക്കും പറഞ്ഞ മൊത്തത്തിലുള്ളത്. ആ വുഡൻ ടച്ച് അങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഈ ജനലുകളെല്ലാം തന്നെ ഒരു പ്രത്യേക തരത്തിലാണല്ലോ. ഇതിന്റെ ഒരു റെയിലേ കൊടുത്തിട്ടുള്ളൂ ഇതിന്. അതെ അതെ. അതെന്താണ് അങ്ങനെ ബാക്കിയുള്ള ക്രിസ് ക്രോസ് നമ്മൾ ആക്ച്വലി അവോയ്ഡ് ചെയ്തതാണ്. ഇത് ട്യൂബ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്? അതെ അതെ, റൗണ്ട് ട്യൂബ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത് അതേ ടച്ചിൽ തന്നെ അല്ലേ? ആ നാച്ചുറൽ ആ സാധനം തന്നെ, ആ എലമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ള സംഭവം. റാറ്റൻ അതിലെ ചെറിയൊരു എലമെന്റ് നമ്മൾ ബെഡ്റൂം ലൈക്ക് ബാക്ക് ഡ്രോപ്പിലും കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാച്ചുറൽ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈൽ ഇടുന്ന കോസ്റ്റുമായിട്ട് എത്ര വ്യത്യാസം വരും? ആക്ച്വലി ഇതിപ്പം നമ്മൾ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിത് ബൾക്കായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു കടപ്പ നമ്മൾ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് കൊണ്ടുവരുമ്പോൾ ഏകദേശം നമുക്കിത് സ്ക്വയർ ഫീറ്റ് ഒരു 80 ആ റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. 80 രൂപ. എന്നിട്ട് പിന്നെ ഇത് ലേ ചെയ്യാൻ നമുക്കൊരു 25 ആ ഒരു റേഞ്ചിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 105 രൂപയ്ക്ക് വന്നു കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പരിപാടി കഴിഞ്ഞു. അതിപ്പം കോസ്റ്റും കുറവാണല്ലേ? അതെ, ഈ ഒരു ഫീൽഡ് നമുക്ക് ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ, നാച്ചുറൽ ഫീൽഡ്. അലി, ഈ വീട്ടില് ഇത്രയും ബെഡ്റൂംസ് ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂംസ് ടോട്ടൽ ഉള്ളത്. നമ്മളിപ്പോൾ 2 ബെഡ്റൂം കണ്ടു. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബെഡ്റൂം ഏതാ? എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബെഡ്റൂം ഏറ്റവും മുകളിലുള്ളത് തന്നെയാണ്. അതൊന്ന് ഇതിന് മുകളിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ 3 ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇപ്പോൾ ഉള്ള വീടുകളിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് സ്ലാൻഡിങ്ങിലേക്ക് കയറുന്നിടത്ത് ഇതുപോലെ വൈഡ് ഏരിയ കൊടുക്കുക, ആൾക്കാർക്ക് ഇരിക്കാം, റെയിൽസ് ഇല്ലാതെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇതിന് തൊട്ട് മുന്നേയുള്ള ഞാൻ ചെയ്ത വീട്ടിലും ഇതേപോലെയായിരുന്നു. അപ്പം അവർക്ക് ലിവിങ്ങിലേക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ പറ്റും. ഇവിടുത്തെ ഈ പറയുന്ന എലമെന്റ്സ് ഒക്കെ ഭയങ്കര സംഭവമാണ്. ഡോർസും ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോസിനകത്തെല്ലാം ഒരുപാട് പ്രത്യേകതയാണല്ലോ. ലൂവേഴ്സ് ആഡ് ചെയ്തിട്ട് എപ്പോഴും വെന്റിലേഷൻ എന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മുകളിലേക്ക് വരുമ്പോൾ മുകളിലെ ഒരു ബെഡ്റൂം ആണ് ഉള്ളത് അല്ലേ? അതെ, മുകളിൽ ഈ ബെഡ്റൂമിന്റെ ഈ പോർഷൻ ഇതാണോ അലിയുടെ ഫേവറേറ്റ് ബെഡ്റൂം? അതെ. എന്താണ് ഇത് ഫേവറേറ്റ് ആക്കാനുള്ള കാരണം? ലൈക്ക് നമ്മൾ ഈ വീട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സീനിക് ബ്യൂട്ടിയും ഈ ഒരു ഗ്രീനും കാര്യങ്ങളും അതിൻ്റെ കൂടെ ആ സ്ട്രീം അതൊക്കെ നമുക്ക് ആസ്വദിക്കാനും ഏത് ടൈം നമുക്കിത് തുറന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആക്ച്വലി ഈ ബെഡ്റൂം തന്നെയാണ്. വളരെ മനോഹരമായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതേപോലെ നമുക്ക് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. അതുപോലെ തന്നെ എല്ലാ റൂമിനും ഡൈനിങ് ഏരിയയിലും എല്ലായിടത്തും തന്നെ ഈ ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെ. അതിലിപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും മനോഹരമായ ഇത്രയും സുന്ദരമായ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ കൊണ്ടുവരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹോംവർക്ക് ചെയ്യാതെ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. എന്താണ് അലിയുടെ ഫേമിന്റെ പേര്? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയി? എത്ര വർക്കുകൾ ഇതിനോടകം കഴിഞ്ഞു? ആക്ച്വലി എൻ്റെ ഫേമിൻ്റെ പേര് SOT ഡിസൈൻസ് ആണ്, സ്കെച്ച് ഓൺ തോട്ട്സ്.
ലൈക്ക് ഇതിൽ ആദ്യം എനിക്കുണ്ടായിരുന്ന കുറച്ച് ടീമുകൾ തന്നെ ആയിരുന്നു നമുക്ക് ഇതിൻ്റെ ഈ വീടിൻ്റെ A to Z ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ആക്ച്വലി നല്ല ഹോംവർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ് ഈ ലെവൽസിലുള്ള ഈ ഒരു സംഭവം പക്ക ക്ലൈമാറ്റിക് റെസ്പോൺസീവായിട്ട് ട്രോപ്പിക്കലായിട്ട് ചെയ്തെടുത്തത്. ഓക്കെ, അത് ഭയങ്കര സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ ഇതുപോലുള്ള വളരെ യൂസ് ചെയ്യേണ്ട, അതായത് ഒരുപാട് കോസ്റ്റ് കളയാതെ തന്നെ പലയിടത്തും കോസ്റ്റ് കളയാ, അല്ലെങ്കിൽ തന്നെ ഇത്ര ഒരു വീട് 4000 സ്ക്വയർ ഫീറ്റിൽ ഈ പറയുന്ന 1.5 CR എല്ലാ തേക്കും ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്ന തടിയെല്ലാം തേക്കും ഒക്കെ ആയിട്ട് 1.5 CR ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് അപ്രാപ്യമാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് ആക്ച്വലി ക്ലയൻ്റ് ആയിരുന്നു. ക്ലയൻറ്റിൻ്റെ സാറിനെ പറ്റി മാഡത്തിനെ പറ്റി ഒന്ന് പറയാം. മാഡം എന്ന് പറയും ഷാഹിന എന്ന് പറയും, സാർ നിഷാന്ത്, ഇവർ രണ്ടുപേരും NRI ക്ലയൻസ് ആയിരുന്നു. ഓക്കെ, എത്ര കുഞ്ഞുങ്ങൾ അവർക്ക്? അവർക്ക് 3 പേരുണ്ട്. അപ്പോൾ അവർ ആക്ച്വലി എൻ്റെ സ്കൂളിലുള്ള ടീച്ചറുടെ സിസ്റ്ററാണ്. ഓക്കെ, ലൈക്ക് ഞാൻ തിരൂരുള്ള സ്കൂളിലെ ടീച്ചറുടെ സിസ്റ്ററായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഇതിൽ ബാക്ക് സപ്പോർട്ട് പറയാതെ വയ്യ. ലൈക്ക് അവർ ആക്ച്വലി വളരെ ക്രൂഷ്യലായിട്ട് ഉള്ള സംഭവങ്ങൾ മാത്രം മതി, ചെയ്യുന്ന ഓരോ എലമെൻറ്റിലാണെങ്കിലും ആ ഒരു ഫങ്ഷണൽ സംഭവങ്ങൾ മാത്രം മതി, എസ്തെറ്റിക്കലായിട്ട് വല്ലാണ്ട് ഡെക്കറേറ്റീവായി ഓർണമെന്റിങ് കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. അങ്ങനെ സാധനം ഇല്ല, ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എല്ലാം സിമ്പിൾ സാധനം. അതെ അതെ, വളരെ അത് ഭയങ്കര ഫങ്ഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിലൂടെ കിട്ടുന്ന ഒരു ഭംഗിയ എസ്തെറ്റിക്സ് ആണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനം മൊത്തം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അലി, അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇവിടുത്തെ സാറിനോട് മാഡത്തിനോട് എൻ്റെ അങ്ങേയറ്റം നന്ദി അറിയിക്കണം. കാര്യം ഇങ്ങനൊരു വീട് എനിക്കിവിടെ ചെയ്യാൻ അവരനുവദിച്ചതിന്. ഒപ്പം എന്നെ വിളിച്ചിട്ട് ഇത്രയും മനോഹരമായ ഒരു വീടിൻ്റെ കോൺസെപ്റ്റുകൾ മൊത്തം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്ത അലിക്കും അങ്ങേയറ്റം നന്ദി അവസരത്തിൽ പറയുകയാണ്. താങ്ക് യു. അതിൻ്റെ കൂടെ എനിക്കും ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രയും ദൂരത്തിൽ നിന്ന് വിശ്വമായിട്ട് ഞങ്ങളെ വിളിച്ചപ്പോൾ വന്നതിനും വളരെയധികം താങ്ക് യു. മീറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്യുക. കാരണം എന്നാലേ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു സുന്ദര സ്വപ്ന മനോഹര ഭവനം വരുന്നത് വരെ നന്ദി, നമസ്കാരം.